കൊച്ചിയിൽ MDMA-യുമായി ഡോക്ടർ പിടിയിൽ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ അംജദ് അഹ്സാനാണ് പിടിയിലായത്. നോർത്ത് പുറവൂർ സ്വദേശിയാണ് ഇയാൾ. 84 ഗ്രാം MDMA-യാണ് ഡോക്ടറിൽ നിന്നും പിടികൂടിയത്. അതിനിടെ 1 കിലോ കഞ്ചാവുമായി ഇന്നലെ പാലക്കാട് ഒരു അഭിഭാഷകനും അറസ്റ്റിലായിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേർന്നുകൊണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, സമൂഹത്തിലൊരു പൊതുവെ എല്ലാവരും ആദരിക്കുന്ന ഡോക്ടർമാർ, അഭിഭാഷകരൊക്കെയാണ് ഇപ്പോൾ ലഹരി കേസിൽ പിടിയിലാകുന്നത്. എങ്ങനെയാണ് ഈ അംജദ് അഹ്സാൻ ഈ കേസിൽ പെട്ടത്? ഈ 84 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് ഒരാൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാകില്ല, മറ്റു കൂട്ടുകാർക്ക് കൊടുക്കാനോ അതല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ എത്തിച്ചതായിരുന്നോ? അതൊരു ചെറിയ തിരുത്തുണ്ട്. 0.84 ഗ്രാമാണ് പിടികൂടിയത്. അതായത് അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടെന്നാണ് ഈ ഡാൻസർ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. 84 ഗ്രാമിനുള്ളതല്ല, അതൊരു വലിയ, ടോം സൂചിപ്പിച്ചതുപോലെ അതൊരു വലിയ അളവാണ്. വലിയ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന MDMA ആണ്, അല്ലെങ്കിൽ രാസലഹരിയാണ്. ഇത് 0.84 ഗ്രാമാണ് പിടികൂടിയത്. ചെറിയ ഒരു തിരുത്ത് അതിലുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയായിരുന്നു. മറ്റൊന്ന്, ഈ അംജദ് അഹ്സാൻ എന്ന് പറയുന്ന ഇയാൾ കഴിഞ്ഞ വർഷം ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ ഇവിടെ ഹൗസ് സർജൻസി ചെയ്തിരുന്ന ആളാണ്. ഉക്രൈനിലാണ് MBBS പഠനം പൂർത്തിയാക്കിയത്. ടോം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി ശ്രീജിത്തിനെ 1 കിലോ കഞ്ചാവുമായി പിടികൂടുന്ന സാഹചര്യമുണ്ടായി. ഇത് രണ്ടും, അദ്ദേഹം അഭിഭാഷകനാണ്, അദ്ദേഹം ഡോക്ടറാണ്. ഇത് രണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് സമൂഹത്തിൽ നമ്മൾ എപ്പോഴും പ്രൊഫഷണൽസ് എന്ന് കരുതുന്ന ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഇതിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. അതുമാത്രമല്ല, ഇത്തരം ആളുകൾ കൂടി ഇതിലേക്ക് വരുന്നത് ഇതിൻ്റെ ഭാഗമാകുന്ന പ്രൊഫഷണൽ കരിയറിന് തന്നെ നാണക്കേടാകുന്ന അതിൽ ആ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവർ കൂടി അപമാനമാകുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മറ്റേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അംജദ് അഹ്സാൻ എന്ന് പറയുന്ന ആൾ ഡോക്ടറാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആളുകളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളിൽ കൂടി ഇത്തരം പരിശോധനകൾ വ്യാപകമാക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ചും വളരെ സീരിയസ് ആയുള്ള ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ അംജദ് അഹ്സാന്റെ കരിയർ നോക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ ഹൗസ് സർജൻസിയിൽ, ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ഹൗസ് സർജൻസിയിൽ ഉണ്ടായിരുന്നു. മറ്റൊരു ഹോസ്പിറ്റലിൽ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് രോഗികൾക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇയാളുടെ ട്രീറ്റ്മെൻറ്റിലോ വിശ്വസിക്കാൻ പറ്റുന്നത്? ഏത് സാഹചര്യത്തിലുള്ള അഭിഭാഷകന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണോ അതോ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള? വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കാരണം ഇവിടെ ഈ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിലേറെ ആദരിക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ ലഹരിക്ക് അടിമകളാകുന്ന കാഴ്ച ഈ സമീപ ദിവസങ്ങളിൽ ചില ദൃശ്യങ്ങൾ കണ്ടതാണ്. ആശുപത്രികളിൽ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ ഈ അക്രമകാരികളാകുന്ന ചില ഡോക്ടർമാർ സാധാരണ രോഗികൾക്ക് മേൽ പോലും ഈ രീതിയിൽ പെരുമാറുന്നവരുണ്ട്. ഇവരൊക്കെ ലഹരിക്ക് അടിമകളാണോ എന്ന് പോലും പരിശോധിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.